അദാനി ഗ്രൂപ്പും ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗമാകുന്നു. ഗാസയിൽ വിന്യസിക്കാനുള്ള ഹെർമിസ് 900 ഡ്രോണുകളാണ് അദാനി ഗ്രൂപ്പ് നൽകിയിരിക്കുന്നത്. ഇവ വ്യോമാക്രമണത്തിന് ഉപയോഗിക്കാനാകുന്നവയാണ്. അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ആയുധ നിർമ്മാണ കമ്പനിയാണ് ഡ്രോണുകൾ ഇസ്രായേൽ സൈന്യത്തിന് കൈമാറിയത്. 20 ഇന്ത്യൻ നിർമ്മിത സൈനിക UAVകളാണ് ഹൈദരാബാദ് ആസ്ഥാനമായുള്ള കമ്പനി ഇസ്രായേൽ സൈന്യത്തിന് അയച്ചത്. യുദ്ധത്തിനിടയിൽ വ്യോമാക്രമണത്തിനും നിരീക്ഷണത്തിനും ഉപയോഗിക്കാവുന്ന ഹെർമിസ് 900 ഡ്രോണുകളാണിവ. അദാനി ഗ്രൂപ്പ് അയച്ച ഡ്രോണുകൾ ഗാസയിൽ സജീവമായി വിന്യസിക്കുമെന്നാണ് റിപ്പോർട്ട്. അദാനി അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിച്ചതിന് സമാനമായ ഹെർമിസ് ഡ്രോണുകൾ ഗാസയിൽ ഇസ്രായേലി ഡിഫൻസീവ് ഫോഴ്സ് വ്യാപകമായി ഉപയോഗിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ എൽബിറ്റ് എന്ന കമ്പനിയുമായി ചേർന്നാണ് 900 UAV ഡ്രോണുകൾ അദാനി ഗ്രൂപ്പ് നിർമ്മിച്ചത്. ഗാസയിൽ ഉടനടി വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ഇസ്രായേലിനെതിരെ ആയുധ ഉപരോധം ഏർപ്പെടുത്താനും ആവശ്യപ്പെട്ട് ഏപ്രിൽ 5-ന് UNHRC പ്രമേയം പാസാക്കിയിരുന്നു. ഇന്ത്യയുടെ ഈ തീരുമാനത്തിന് പിന്നാലെയാണ് ആയുധ വിൽപ്പന. ജപ്പാൻ, നെതർലൻഡ്സ്, ഫ്രാൻസ്, റൊമാനിയ എന്നീ രാജ്യങ്ങളും പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നിരുന്നു. ഇന്ത്യയുടെ അദാനി ഡിഫൻസും എയറോസ്പേസും ഇസ്രായേലിന്റെ എൽബിറ്റും ചേർന്നുള്ള സംയുക്ത സംരംഭമായ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള അദാനി എൽബിറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡാണ് ഡ്രോണുകൾ നിർമ്മിക്കുന്നത്. രണ്ട് സ്ഥാപനങ്ങളും 2018-ലാണ് സംയുക്ത സംരംഭം ആരംഭിച്ചത്. ഇസ്രായേലിന് പുറത്തുള്ള ഒരേ ഒരു ഹെർമിസ് 900 ഡ്രോൺ നിർമ്മാണ കേന്ദ്രമാണ് അദാനി ഗ്രൂപ്പിന്റേത്. ഇസ്രായേൽ വെപ്പൺ ഇൻഡസ്ട്രീസുമായി സഹകരിച്ച് ഗ്രൂപ്പ് ചെറുകിട ആയുധ ബിസിനസിന്റെ ഭാഗമായി ടവർ അസോൾട്ട് റൈഫിൾ, X-95 അസോൾട്ട് റൈഫിൾ, ഗാലിൽ സ്നൈപ്പർ റൈഫിൾ, നെഗ്ജവ് ലൈറ്റ് മെഷീൻ ഗൺ, UZI സബ് മെഷീൻ ഗൺ തുടങ്ങിയ ആയുധങ്ങളും നിർമ്മിക്കുന്നുണ്ട്. നിരീക്ഷണത്തിനും ചാരപ്രവൃത്തിക്കുമാണ് ഇത്തരത്തിലുള്ള ഡ്രോണുകൾ കൂടുതലായി ഉപയോഗിക്കുന്നത്. സിഗ്നലുകൾ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചാരപ്രവൃത്തി നടത്താൻ സാധിക്കും എന്നതാണ് ഈ ഡ്രോണുകളുടെ പ്രത്യേകത. കൂടാതെ ആക്രമണങ്ങൾ നടത്താനും ഹെർമിസ് ഡ്രോണുകൾ ഉപയോഗിക്കാം. ഇപ്പോൾ 35 രാജ്യങ്ങളാണ് ഈ ഡ്രോണുകൾ ഉപയോഗിക്കുന്നത്. 30 മണിക്കൂർ മുതൽ 36 മണിക്കൂർ വരെ തുടർച്ചയായി ഡ്രോണിന് പറക്കാൻ സാധിക്കും. 2 പേർക്ക് കമ്പ്യൂട്ടർ വഴി നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ് ആളില്ലാ ഡ്രോൺ. ഏകദേശം 27.3 അടിയാണ് ഇതിന്റെ നീളം. കൂടാതെ 49 അടിയാണ് ചിറകുകളുടെ നീളം. 450 കിലോഗ്രാം ഭാരമുള്ള പേലോഡ് വഹിക്കാനും ഇതിനാവും. മണിക്കൂറിൽ 220 കിലോമീറ്റർ വേഗതയുള്ള ഡ്രോണിന് പരമാവധി 30,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ സാധിക്കും. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ UAV ഉപയോഗത്തിലുണ്ട്. ഹൈദരാബാദിലെ 50,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള അദാനി പ്ലാന്റ് നിർമ്മിച്ച കാർബൺ കോമ്പോസിറ്റ് എയറോ സ്ട്രക്ചറുകൾ ഉപയോഗിച്ചാണ് UAVകൾ വിതരണം ചെയ്തത്. ഉയർന്ന പെർഫോമൻസ് സെൻസറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന ഹെർമിസ് 900-ന് വിശാലമായ സ്പെക്ട്രൽ ശ്രേണിയിലുടനീളം ഗ്രൗണ്ട് അല്ലെങ്കിൽ മാരിടൈം ടാർഗറ്റുകൾ കണ്ടെത്താനാകും. കൂടാതെ ഗ്രൗണ്ട് ടാർഗറ്റ് ആക്രമണത്തിനും കഴിവുണ്ട്. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള അദാനി എൽബിറ്റ് അഡ്വാൻസ്ഡ് സിസ്റ്റംസ് ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യയുടെ അദാനി ഡിഫൻസ് ആൻഡ് എയറോസ്പേസ്, ഇസ്രായേലിന്റെ എൽബിറ്റ് സിസ്റ്റംസ് എന്നിവയുടെ സംയുക്ത സംരംഭമാണ് ഇസ്രായേലിന് പുറത്ത് UAVകൾ നിർമ്മിക്കുന്ന ആദ്യത്തെ സ്ഥാപനം. വടക്കൻ അതിർത്തികളിൽ നിരീക്ഷണ ശേഷി ശക്തിപ്പെടുത്തുന്നതിനായി ഇസ്രായേൽ ഡ്രോണായ ഹെർമിസ് 900 ഇന്ത്യ വാങ്ങിയിരുന്നു. ആഗോളതലത്തിൽ ഏറ്റവും വലിയ ആയുധ കയറ്റുമതി നടത്തുന്ന 10ാമത്തെ രാജ്യം എന്ന വിശേഷണം ഇസ്രായേലിന് സ്വന്തമാണ്. ഏകദേശം 130ഓളം രാജ്യങ്ങൾ ഇസ്രായേലിന്റെ കയ്യിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സംഘർഷ മേഖലയിലോ സമാനമായ സാഹചര്യങ്ങളിലോ പ്രഹരശേഷി തെളിയിക്കപ്പെട്ട ആയുധങ്ങൾക്കാണ് വിപണിയിൽ ആവശ്യക്കാരുണ്ടാവുക. പലസ്തീനികളുമായി നടക്കുന്ന ഓരോ സംഘർഷങ്ങളെയും ആയുധങ്ങളുടെ പരീക്ഷണശാലകളാക്കി മാറ്റിയാണ് ഈ കടമ്പയെ ഇസ്രായേൽ മറികടക്കുന്നത്. ലാബുകളിലെ പരീക്ഷണ വസ്തുക്കൾ പോലെ നിരപരാധികളായ പലസ്തീനികളെ ഉപയോഗിച്ചാണ് ലോകത്തിനു മുന്നിൽ തങ്ങൾ നിർമ്മിച്ചവയുടെ പ്രാപ്തി ഇസ്രായേൽ തെളിയിക്കുന്നത് എന്ന ആരോപണമുണ്ട്. ഇതാണ് അവരെ ലോകത്തെ ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരാക്കി മാറ്റിയത് എന്ന് നിരവധി വിദഗ്ധർ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.